ഹൃദയം തകർന്നവരായി, മനസ്സു തകർന്നവരായി, ഭാരത്തോടെ, നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഇന്നത്തെ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ്. അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവം ആരെയാണ് കടാക്ഷിക്കുന്നത്? ദൈവത്തിൻ്റെ കടാക്ഷം, അനുഗ്രഹം ആർക്കാണ് ലഭിക്കുന്നതെന്ന് പ്രവാചകങ്ങളിലൂടെ വിളിച്ചു പറയുക. 3 കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. 1, അരിഷ്ടൻ. 2, മനസ്സു തകർന്നവൻ. 3, ദൈവത്തിൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവൻ. ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ദൈവം കടാക്ഷിക്കും, ദൈവം അവനെ സന്ദർശിക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ മേൽ ചൊരിയുവാനിടയായിത്തീരും. വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മെ തന്നെ ഒന്നുകൂടെ വിചിന്തനം ചെയ്യുവാൻ, ഒന്നുകൂടെ പരിശോധിക്കുവാനുള്ള അവസരമാണ് ഇന്ന് പ്രഭാതത്തിൽ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നാം വിറയ്ക്കുന്നവരാണോ? വചനത്തെ ഭയപ്പെടുന്നവരാണോ? വചനത്തെ അനുസരിക്കുന്നവരാണോ? ഒന്നുകൂടെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അടുത്ത് പറയുന്നു, മനസ്സു തകർന്നവൻ. ജീവിതത്തിൻ്റെ പലവിധമായ പ്രശ്നങ്ങളാൽ, പ്രതിസന്ധികളാൽ ഭാരപ്പെട്ട് മനസ്സു തകർന്നിരിക്കുന്നവരെ ദൈവം കടാക്ഷിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണല്ലോ ദാവീദ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയം തകർന്നവരായി, മനസ്സു തകർന്നവരായി, ഭാരത്തോടെ, നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ കടാക്ഷിക്കുന്ന ദൈവമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിഞ്ഞ് അതിന്മേൽ പരിഹാരം തരുവാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. അവിടെ ഈ പ്രഭാതത്തിൽ ജീവിതത്തിൻ്റെ അരിഷ്ടതയോടെ, മനസ്സു തകർന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തിജീവിതമേ, നിനക്ക് ദൈവത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. അതിനു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നാം വിറയ്ക്കുന്നവരായി തീരണം, ഭയപ്പെടുന്നവരായി തീരണം. ഈ അധ്യായം നാം താഴോട്ട് വായിക്കുമ്പോൾ 3 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ദൈവവചനത്തിങ്കൽ വിറയ്ക്കുന്നവർക്ക് ദൈവം നൽകുന്നതായി കാണുവാൻ കഴിയും. അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തരുവാനിടയായിത്തീരും. അതിന്റെ 12-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, കവിഞ്ഞൊഴുകുന്ന നദി പോലെ സമാധാനം ജീവിതത്തിൽ ദൈവം നൽകും. 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ സന്തതിയുടെ പേർ എന്നേക്കും നിലനിൽക്കുവാനിടയായിത്തീരും. അതെ, ദൈവവചനത്തിന്റെ മുമ്പിൽ ഭയത്തോടെ ആയിരിക്കുന്ന, വിറയോടെ ആയിരിക്കുന്ന ദൈവഭക്തന്റെ ജീവിതത്തിൽ മാത്രമല്ല, അവന്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, കടാക്ഷിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവരാണോ? വചനത്തെ ഭയപ്പെടുന്നവരാണോ? വചനത്തെ അനുസരിക്കുന്ന ഒരു യഥാർത്ഥ ദൈവഭക്തനാണോ, ഭക്തയാണോ? നിങ്ങൾക്കും ഈ 3 അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ കടാക്ഷങ്ങൾ അനുഭവിക്കുവാൻ. ജീവിതത്തിൽ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന, നിരാശയോടെ ആയിരിക്കുന്ന, വേദനിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകളുടെ പേർ നിലനിർത്താൻ ദൈവത്തിന് കഴിയും. അതിനു വേണ്ടത് മാതാപിതാക്കളായി നിങ്ങൾ ദൈവവചനത്തിന് മുമ്പിൽ വിറയലോടെ, ഭക്തിയോടെ ആയിരിക്കുക, അതനുസരിക്കാൻ തയ്യാറാകുക. കവിഞ്ഞൊഴുകുന്ന ഒരു സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകുവാനിടയായിത്തീരും. ജീവിതത്തിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തരുവാനിടയായിത്തീരും. നിങ്ങളുടെ തലമുറകളിലൂടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിപ്പാൻ ദൈവം അവസരം ഒരുക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് വേണ്ടി നിന്ന ആരെയും ഇന്നുവരെയും ദൈവം അനാഥരായി വിട്ടിട്ടില്ല. അവരെയും അവരുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ അത്ഭുതമാർന്ന കരങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിനു മുമ്പിൽ വിറയലോടെ ആയിരിക്കുന്ന, മനസ്സു തകർന്ന, അരിഷ്ടതയോടെ ആയിരിക്കുന്ന വ്യക്തിജീവിതമേ,
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സ്തോത്രം സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. നിങ്ങളുടെ സന്തതി പരമ്പരകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഈ പ്രഭാത ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.